ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയത് ഏതൊക്കെയാണ്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റോക്കാണ് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, പിന്നെ ഹൈ പോയിട്ട് ഫുൾ ഡേ ലോ പോയി. 123 പോയിന്റ്സ് നെഗറ്റീവിൽ ക്ലോസ് ആയിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, 46,310 ബിലോ പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിഫ്റ്റി 22,023 ക്ലോസ് ആയി. ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് UPL, ബിഗ്ഗസ്റ്റ് ലോസർ ആയത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ സെക്ടറും ആകുന്നു. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്കിലാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്ക് ഗുജറാത്ത് പവർ പോർട്ട്, 11.63% കയറിയിട്ടുണ്ട്. അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ് 10.71%. റിലാക്സോ ഫുഡ് വെയർസ് കയറിയിട്ടുണ്ട്. ഐബുൾ റിയൽ എസ്റ്റേറ്റ്, ഐബുൾ റിയൽ എസ്റ്റേറ്റ് സോളാർ ഇൻഡസ്ട്രീസ്, 2 ദിവസമായിട്ട് നല്ല പ്രോഫിറ്റിലാണ്. ആരെങ്കിലും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പറയുക. നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 2 ഡേയ്സിൽ 20% ആണ് ഈ ഒരു സ്റ്റോക്ക് കിട്ടിയിരിക്കുന്നത്. GSFC റിവേഴ്സൽ സ്റ്റോക്കാണ്, നല്ല കയറിയിരിക്കുന്നു. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് 5.91%. IDBI ബാങ്ക് നല്ല കയറിയിട്ടുണ്ട്, 5.71. സഫയർ ഫുഡ്സ്, ബട്ട് ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര 10% ഒത്തിരി സ്റ്റോക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ജംന ഓട്ടോ ഇൻഡസ്ട്രീസ്, ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയർന്നിട്ടുണ്ട്. ZF കമേഴ്ഷ്യൽ വെഹിക്കിൾ 9.29% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോക്കിലാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിലുള്ളത്. ടോപ്പ് ലൂസേഴ്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഹിൻപെട്രോ താഴേക്ക് പോയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം 6.25%. അതുപോലെ ബയോകോൺ 5.89%. അപ്പോളോ ടയേഴ്സ് 5.89%. ITI തുടർന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, 6% പോയിട്ടുണ്ട്. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 5.49. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് തുടർന്ന് താഴേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ 5%. ഹിന്ദുസ്ഥാൻ സിങ്ക് 4.87. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4.82. പവർ ഫിനാൻസ് കോർപ്പറേഷൻ 4.69%. ആംബർ എന്റർപ്രൈസസ് 4.63. ഇന്റലക്ട് ഡിസൈൻ അരീന 4.59. ഇത്രയും സ്റ്റോക്കിലാണ് ഡൗണിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളൊരു 5 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ആദ്യമേ ഞാൻ ഡിസ്ക്ലൈമർ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക, മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെ പോകുന്നു നോക്കിയിട്ട് മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാകും. അപ്പോൾ ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്കുകൾ ഒരുവിധം ബ്രേക്ക്ഔട്ട് തരുന്ന ഒരു പാറ്റേൺ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൺഡേ മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് ഈ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടും ഫണ്ടമെൻ്റലായിട്ടും ഒക്കെ വാല്യുവേഷൻ ഒക്കെ നോക്കിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാകും. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റിവേഴ്സലായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ
സോ GSFC ഈ ഒരു സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ്, അതുപോലെ നല്ലൊരു ഇൻഡിക്കേറ്ററിൽ നിങ്ങൾ വോളിയം സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. റിവേഴ്സൽ പാറ്റേൺ, ബ്രേക്ക് ഔട്ട് രണ്ടും ഉണ്ട്. 214 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു ലെവൽ മൈൻഡിൽ കീപ്പ് ചെയ്യുക. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് IDBI. IDBI ഏകദേശം റിവേഴ്സലാണെന്ന് പറയാം, പക്ഷെ കൺഫേം ആയിട്ടില്ല. ഓക്കെ, 84 ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രെൻഡ് ലൈനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 87 ആ ഒരു റേഞ്ച് വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ നല്ലൊരു അപ് ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫോസിസ്റ്റം അല്ലെങ്കിൽ മാപ്ന ഇന്ത്യ. സോ ഈ ഒരു സ്റ്റോക്ക് 1742 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. 1758 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഫിനോലെക്സ് കേബിൾ ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഇതൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു ബുള്ളിഷ് റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 to 15% വരെ ഉയരാൻ സാധ്യതയുണ്ട്. 15% ആകുമ്പോൾ എക്സിറ്റ് ആക്കുക. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. എല്ലാ സ്റ്റോക്കിനും അത്ര മാക്സിമം 10 to 15% പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ താഴേക്ക് ഒത്തിരി ലോസിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു 4 സ്റ്റോക്കുകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഇതല്ലാതെ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു വർഷത്തിൽ 458% വരെ റിട്ടേൺസ് നൽകിയ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത്രയും നല്ല മൾട്ടി ബാഗ് റിട്ടേൺസ് തന്ന സ്റ്റോക്കിലൊക്കെ ഇപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഉള്ളത്. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്കാണ് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ലിമിറ്റഡ്. സോ 14,775 crores ട്രേഡ് ചെയ്യുന്നു. സോ 2024 ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോൾ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 166% ആണ്. 52 വീക്ക് ഹൈ 1499. അപ്പോൾ അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കറണ്ട് പ്രൈസുമായിട്ട് നോക്കുമ്പോൾ 28% ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റോക്ക് സാങ്വി മൂവേഴ്സ്. ഈ ഒരു സ്റ്റോക്ക് 1063 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4595 crores മാർക്കറ്റ് ക്യാപ്പ്. 52 വീക്ക് ഹൈ 1254. ഡിസ്കൗണ്ട് 19% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. 2024 റിട്ടേൺസ് വന്നിരിക്കുന്നത് 188% ആണ്. തേർഡ് സ്റ്റോക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്. 217 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു വർഷം 2024 തന്നിരിക്കുന്നത് 221% റിട്ടേൺസ് ആണ്. 17% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 276 ആണ് ഇപ്പോഴത്തെ 52 വീക്ക് ഹൈ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അദ്വൈത് ഇൻഫ്രാടെക്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നു മാത്രം. ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇപ്പോൾ ഡിസ്കൗണ്ടിലുള്ളത് 52 വീക്ക് ഹൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. സോ അദ്വൈത് ഇൻഫ്രാടെക് ഈ ഒരു 2024 330% റിട്ടേൺസ് വന്നിരിക്കുന്നു. 52 വീക്ക് ഹൈ 1618. ആൻഡ് ഇപ്പോൾ ആ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ 26% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ HPL ഇലക്ട്രിക് പവർ 300 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 397. ഡിസ്കൗണ്ടിൽ ഇപ്പോൾ 27% ഡിസ്കൗണ്ട് ആണ്. 2024 244% ആണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ദെൻ ആറാമത്തെ സ്റ്റോക്ക് ഷിലാർ ടെക്നോളജി. ഓക്കെ,
ഫിൽറ്റർ ടെക്നോളജീസ് ഈ ഒരു സ്റ്റോക്ക് 3939 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇവരുടെ 52 വീക്ക് ഹൈയിൽ നിന്ന് 19% ഡിസ്കൗണ്ടിലാണ് 2024 റിട്ടേൺസ് വന്നിരിക്കുന്നത് 381%. Then last but not least, Transformers and Rectifiers Limited. സോ 329 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 397 ആണ് ഇവരുടെ 52 വീക്ക് ഹൈ വരുന്നത്. സോ ആ സ്റ്റോക്ക് ആ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 19% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് 2024 ഇതുവരെ 458% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ളത് മെട്രോ ബ്രാൻഡ്സ് ആണ്. ഓക്കെ, മെട്രോ ബ്രാൻഡ്സ് പറയാനായിട്ട് പോയി. സോ 1079 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്ക് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്, അതായത് ബുള്ളിഷ് റിവേഴ്സൽ ഫോം ചെയ്തിരിക്കുകയാണ്. സോ 1120 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല ഒരു അപ് ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 5 സ്റ്റോക്കിലും ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളും പിന്നെ ബാക്കി 7 സ്റ്റോക്കിലാണ് ഡിസ്കൗണ്ടിൽ നല്ല മൾട്ടി ബാഗ് റിട്ടേൺസ് വന്ന സ്റ്റോക്കിൽ. അപ്പോൾ ഈ സ്റ്റോക്കിലെല്ലാം നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണ് സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതും പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. മറക്കാതെ മലയാളം ഷെയറിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ഇൻട്രാഡേ ഡെലിവറിയുടെയൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടിപ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.